യേശുവിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പുതിയൊരു പ്രഭാതത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾക്ക് നൽകുന്ന തിരുവചനത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23-ാം തിരുവചനം മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗം. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്കവണ്ണം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ചെവികളിലേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇതേ വചനഭാഗമാണ്. ഒരു ദേശം മുഴുവൻ, കേരളം മുഴുവൻ പ്രകൃതി താണ്ഡവമാടുമ്പോൾ, കാറ്റിലും കൊടുങ്കാറ്റിലും ഉരുൾപൊട്ടൽ മൂലവും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ, ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ആ തേങ്ങലിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനസമൂഹമായി ഈ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സമയം, നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ആ സർവശക്തനായ ദൈവത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സർവശക്തനായ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആ സൃഷ്ടികർത്താവിന് മാത്രമേ പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും വയനാടിനു വേണ്ടി, മലപ്പുറത്തിനു വേണ്ടി, കോഴിക്കോടിനു വേണ്ടി, ഏതെല്ലാം ദേശത്ത് നിലവിളികൾ മുഴങ്ങുന്നുണ്ടോ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ സർവശക്തനായ ജീവനുള്ള കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭത്തിന് വിട്ടുകൊടുക്കാതെ തമ്പുരാനെ, നീ ആ ഓരോ ജീവനെയും കാത്തുപരിപാലിക്കാൻ പ്രാർത്ഥിക്കാം. അടുത്തുള്ളവരും വിദൂരസ്ഥരുമായ എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം സർവശക്തനായ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മരണം ആരെയും കൈപിടിച്ച് കൊണ്ടുപോകാതിരിക്കുവാൻ, പ്രകൃതി എത്ര ശോഭിച്ചാലും അതിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ കാത്തുപരിപാലിക്കുവാൻ നമ്മൾക്കും ഒരു നിമിഷം ഉറക്ക നിലവിളിച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളിതാ നശിക്കുവാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അകത്തും പുറത്തുമുള്ള ഏത് പ്രശ്നങ്ങളാണേലും, ഏത് തിരമാലകളാണ് നിന്നെ അലട്ടുന്നതെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും, ഒരു നിമിഷം അതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിനോട് ശക്തമായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നെ ഈ നിമിഷം അങ്ങ് രക്ഷിക്കണമേ എന്ന്. ഞാൻ നശിക്കാൻ പോവുകയാണ്,
കർത്താവെ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്കൊരിക്കൽ കൂടി വിഷമിച്ച് നിൽക്കുന്ന വയനാടിനു വേണ്ടിയും കോഴിക്കോടിനു വേണ്ടിയും മലപ്പുറത്തിനു വേണ്ടിയും ജീവൻ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമ്മളോടൊപ്പം മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന പലരും ഈ പ്രകൃതിക്ഷോഭത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് ആ കുടുംബങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് ഈ നിമിഷം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നിലവിളിക്ക് മറുപടി തരുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യേശുവിൻ്റെ സമാധാനം എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.